വീണ്ടും മാറി ഗൈസ്. ഫാഷൻ പരേഡാണ്. ഫാഷൻ പരേഡാണ്. കുറിയൊക്കെ ഇട്ട് ലുലു മോളിൽ വന്നേക്കുവാ. എങ്ങനെയുണ്ട് അപ്പു? അടിപൊളി. പിന്നെ അല്ല വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ഫാമിലി ഡേ വ്ലോഗാണ്. രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് എഴുന്നേറ്റപ്പോൾ കറണ്ടങ്ങ് ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായി നേരെ നമ്മൾ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നുവെങ്കിലും ഞാൻ ആകെ 2 വട്ടമാണ് അതിനുള്ളിൽ കയറിയിട്ടുള്ളത്. ഇതെൻ്റെ 3ാമത്തെ വിസിറ്റ് ആയിരുന്നു. ഞങ്ങളൊരു 6-6:30 അവിടെ എത്തണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പിന്നെ രാവിലെ കറണ്ടും കൂടെ ചതിച്ചത് കാരണം എത്തിയപ്പോഴും 7-7:30 ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് നല്ലോണം തൊഴാനൊക്കെ പറ്റി. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് ആറ്റുവാൽ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടെ കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ടു നിന്നു. പിന്നെ ആറ്റുവാൽ പൊക്കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും ഈ കുളത്തിൽ നോക്കി നിന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. കുഞ്ഞിലേ മുതലുള്ള ശീലമാണിത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ ചേച്ചി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ അവൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. മണി 11 വിശന്നിട്ട് വയ്യ. നമ്മളിവിടെ ആറ്റുകാല് തന്നെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാ. ആ ഒരു വിശപ്പിനിടയിൽ ഫുഡ് വന്നതും തീർന്നതും ഒന്നും ഞാൻ അറിഞ്ഞില്ല ഗൈസ്. അത് തീർന്നപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ബോധം ഉണ്ടായത്. ഞാനങ്ങനെ ഡ്രസ്സ് വീണ്ടും മാറി ഗൈസ്. ഫാഷൻ പരേഡാണ്. ഫാഷൻ പരേഡാണ്. 3ാമത്തെ ഡ്രസ്സ്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3ാമത്തെ ഡ്രസ്സാണ്. ചൂടെടുക്ക എന്ത് ചെയ്യാ. ഗായ്മ സേ ഹായ്. ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ അത് ഇട്ടപ്പോൾ ഞാനത് അവിഞ്ഞ് പുഴുങ്ങി വരും ഞാൻ അതിനകത്തുനിന്ന്. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് അവളോട് വിളിച്ചിട്ട് എനിക്ക് വേറൊരു ഷർട്ട് കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അതാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. അങ്ങനെ നമ്മൾ നേരെ അടുത്ത് പോയത് ലുലു മോളിലേക്കാണ്. തുടക്കം തന്നെ നമ്മളൊരു ഐസ്ക്രീമിലങ്ങ് ആരംഭിക്കാമെന്ന് കരുതി. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഞാനത് വാങ്ങിയില്ലായിരുന്നു ഗേസ്. കാരണം വാങ്ങിയിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും ഡസ്റ്റ്ബിന്നില്ല. അതൊരുമാതിരി ഒരു സിറപ്പിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. കറക്റ്റ് നമ്മൾ ഈ ചുമക്കൊക്കെ കുടിക്കില്ലേ, ആ ഒരു സിറപ്പിൻ്റെ ടേസ്റ്റ് ആയിരുന്നു അത്. വേണ്ട അപ്പു കഴിച്ചോ. എങ്ങനെയുണ്ട് അപ്പു? അടിപൊളി. പിന്നെ അല്ല എങ്ങനെയുണ്ട് കായു? പിന്നെ എപ്പോഴൊക്കെ ലുലുവിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇതുപോലെ 2-3 സെൽഫി എങ്കിലും എൻ്റെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വൈക്ലബ്യാണ്. പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കിയൊക്കെ നടന്നു കേസ്. ലുലുവിൽ പോയാൽ പിന്നെ അത് മെയിൻ ആണല്ലോ. പിന്നെ ഈ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉള്ളത് കാരണം അവരെ മാനേജ് ചെയ്യുന്നത് ഒരു ടാസ്ക്കാണ്. അതിനിടയിൽ വീഡിയോ എടുക്കലും കൂടാകുമ്പോൾ ഇത് ഇരട്ടി ടാസ്ക് ആണെന്ന് എനിക്ക് ഇന്നാണ് കേസ് മനസ്സിലായത്. പിന്നെ നമ്മൾ ഈ മിറർ കണ്ടെടുത്തൊക്കെ 2-3 സെൽഫി അങ്ങോട്ട് എടുത്തിട്ട് ഒരു മൂലയ്ക്ക് ചെന്നെങ്കിരുന്നു. ഇനി ഏഷ്യാനെറ്റ് സീരിയൽ താരം ഗോപിക ഈ ലുലു മോളിൽ കാണിച്ചു കൂട്ടിയത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കേസ്. കണ്ടോ, വട്ടം വട്ടം നാരങ്ങകളി. ഗോപിക ഫാൻസ് അസോസിയേഷനോട് കടപ്പാടുണ്ടാവണം. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉൾക്യാമറ വെച്ച് പ്രത്യേകം പകർത്തിയ രംഗങ്ങളാണ്. പിന്നെ ഞങ്ങൾ നേരം പോക്കിന് ആ ഫാഷൻ സ്റ്റോറിന് അകത്തോട്ടൊന്ന് കയറി. അതിനകത്ത് കയറിയാൽ പിന്നെ സമയം പോകുന്ന അറിയില്ലല്ലോ. പിന്നെ എന്താണെന്ന് അറിയില്ല, ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും വാങ്ങിയില്ലേലും ഈ ഫാഷൻ സ്റ്റോറിനകത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ ഒരു ചടങ്ങായിരിക്കുകയാണ്. ഞാൻ ഇവന്മാരെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ഇതിനകത്തോട്ട് കയറ്റിയത്. എന്തെങ്കിലും തൊട്ടാ പൈസ കൊടുക്കേണ്ടി വരുന്നു. ആര് കേൾക്കാൻ, എവിടെ പേടിക്കാൻ? അതൊക്കെ പണ്ട് നമ്മുടെ ജനറേഷൻ. ഇപ്പോഴത്തെ കുട്ടികളോട് ഈ ഐഡിയ ഒന്നും വർക്ക് ആവില്ലടാ. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കുന്ന ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ എടുത്തോണ്ട് ഓടാൻ തോന്നുന്നു. എന്താ പോയത്? സൂപ്പർ ബാഗ് കേട്ടോ, സൂപ്പർ ബാഗാ ചേച്ചി. ആ ബില്ലിന്റെ സാധനം ഉണ്ടല്ലോ, സിദ്ധുനോ? നമ്മുടെ സ്വന്തം അതെ, ആടെ കൊണ്ട് 2 കൂടെ. ഓ പിന്നെ എങ്ങനെയൊക്കെയാ സാധനങ്ങളൊക്കെ തിരിച്ചു വാങ്ങി വെച്ച് ഞങ്ങൾ നേരെ കൊണ്ടത് ഫൻറ്റൂരെ കയറ്റി. അവിടെ പിന്നെ ഇതിന്നും വലുതാണല്ലോ ഗേസ് ഉള്ളത്. എന്തോ പട പേടിച്ച് പന്തളത്ത് വന്നപ്പോ പന്തം കൊളുത്തി പടയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതായിരുന്നു അവസ്ഥ. അവിടെ എല്ലാം കൂടെ കണ്ടപ്പോ ഇവരുടെ പിടി അങ്ങ് വിട്ടു. പിന്നെ ടിക്കറ്റ് എടുക്കാനുള്ള സമാധാനം പോലും അവർ ഞങ്ങൾക്ക് തന്നില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയേക്കുവാണ്. അപ്പൂന് കാറെന്ന് വെച്ചാൽ ജീവനാണ്. കാർ കയറി കഴിഞ്ഞവന് ഫ്രണ്ട് സീറ്റ് നിർബന്ധമാണ്. ഡ്രൈവിംഗ് സീറ്റ് കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം. ഈ കാർ ഓടിക്കുമ്പോൾ അവന്റെ വിചാരം അവനാണ് ആ കാർ ഓടിക്കുന്നതെന്നാണ് ഗേസ്. നിങ്ങൾ ആ സ്റ്റിയറിംഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സൈഡൊക്കെ നോക്കിയേ കുട്ടി ഓടിക്കുള്ളൂവേ. ഈ പ്രായത്തിലെ നമ്മുടെ കൊച്ചു ഡ്രൈവിംഗിൽ പ്രോയാടാ.
പക്ഷേ ആ കാർ നിർത്തിയപ്പോൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല ഗേസ് ഞങ്ങളുടെ പ്രോ ഡ്രൈവർ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ബുദ്ധിമുട്ടി വലിയ കാറിലൊക്കെ കയറ്റാന്ന് പറഞ്ഞ് അതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെയോ ഞങ്ങൾ പുറത്തിറക്കി. എന്നിട്ട് അവിടെ നിറക്കിയത് ഇതിൽ കയറ്റി. ഇത് കാണുമ്പോൾ എനിക്കൊരു ഡിസ്നി ഫീലാണ് തോന്നുന്നത്. നല്ല രസമില്ലേ കാണാൻ. ഇവിടെ അപ്പു നല്ലോണം എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ സിദ്ധുവും കായും ഇത് ഇപ്പോഴെങ്ങാനും നിർത്തുവോ എന്ന മട്ടിലാണ്. പിന്നെ ഇതിനകത്ത് കയറിക്കാൻ ഞങ്ങളുടെ ഐറ്റം ദേ ഇതാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ് ഗൈസ്. പക്ഷെ അവൾ എന്നെ എപ്പോഴും നിർബന്ധിച്ചതിൽ കയറ്റാറുണ്ട്. ഇത്തവണ നമ്മുടെ കൂടെ കയറാൻ പുതിയൊരാൾ കൂടെ ഉണ്ട്. അവർ ഒണാനുള്ളി മമ്മിജി. ഒന്ന് വെയിൽ കൊണ്ട തലവേദന വരുന്ന ആളാണ് ദേ ഈ കയറിയിരിക്കുന്നത്. എന്താവുന്നെന്ന് എനിക്കറിയില്ല. വിമാനാണ്. അപ്പൊ പോവാലേ? ഓക്കെ. എടപ്പിലി സ്റ്റോപ്പിലിട്ടാ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ചിരിച്ച് പണ്ടാറടങ്ങിയ ഒരു മൊമെന്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇങ്ങനത്തെ സാധനത്തിലൊക്കെ കയറാൻ വലിയ ഇഷ്ടമാണ്. അവനങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ സിദ്ധു അങ്ങനെയല്ല, പേടി അല്പം കൂടുതലുള്ള കൂട്ടത്തില്ല. അപ്പോൾ അപ്പു സിദ്ധുവിന് ആവശ്യമില്ലാത്തൊരു ധൈര്യമൊക്കെ കൊടുത്ത് നിനക്ക് ഞാനില്ലേ, നീ എന്തിനാടാ പേടിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് കയറിയതാണ് ഇതില്. പക്ഷേ അത് ഒരു റൗണ്ട് ഇങ്ങോട്ട് കറങ്ങി വന്നപ്പോൾ സിദ്ധുവിനെക്കാട്ടിലും വിളി അപ്പു ആയിരുന്നു ഗൈസ്. രണ്ടുപേരും കൂടെ വാവിട്ട് അങ്ങോട്ട് കരച്ചിൽ തന്നെ. പിന്നെ അത് തീരുന്നതിന് മുമ്പ് ശല്യം സഹിക്കാൻ വയ്യാതെ അവർ ഇറക്കി വിട്ടു ഗൈസ് രണ്ടിനെയും. ദേ ഇവർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ വലിയ കാര്യമായിട്ട് ആരോട് സംസാരിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ കേസിന് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? ഫോൺ കേസ് മാത്രം മതി കേസ് ഫോൺ ചെയ്യാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ അടിച്ചു. അപ്പൂന് സിദ്ധുവിന് ബിരിയാണിയാണ് വാങ്ങിയത്. ഞങ്ങൾ എല്ലാവരും ഫ്രൈഡ് റൈസ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് തണുപ്പിക്കാനായിട്ട് ഒരു ഐസ്ക്രീം കൂടെ അങ്ങോട്ട് കുടിച്ചു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഷോപ്പിങ്ങിനായിട്ട് കയറി. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കലാണ് മെയിൻ. ആദ്യം ഞങ്ങൾ പോയത് സ്റ്റുഡിയോയിലാണ്. പക്ഷേ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നില്ല ഗൈസ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വെറുതെ പോയി നോക്ക്, നല്ലത് മാത്രമേ കാണൂ എവിടെ നോക്കിയാലും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മാക്സിൽ കയറി. വലിയ ഭേദമൊന്നും പറയാനില്ല, എങ്കിലും ഉള്ളതിൽ നല്ലത് നോക്കി ഒരെണ്ണം എടുത്തു. പിന്നെ ബില്ല് ചെയ്യാൻ പോയപ്പോഴോ അന്നദാനം കൊടുക്കുമ്പോഴത്തെ തിരക്കും. എന്തായാലും അവിടുന്ന് സാധനം വാങ്ങി ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഇനി കറങ്ങി തിരിഞ്ഞ് നിൽക്കാനുള്ള സ്റ്റാമിന ഞങ്ങൾക്കില്ല. രാവിലെ കയറിയതാണ്, സമയം വൈകുന്നേരമായി. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയേയില്ല. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.